നമ്മുടെയൊക്കെ ജീവിതത്തിലേ നമ്മളെല്ലാരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ കല്യാണം കഴിച്ച് ചെല്ലണ വീട്ടിലെ അമ്മ, അമ്മായി അമ്മ നമ്മളെ മോളെ പോലെ പെരുമാറി ഒന്ന് കണ്ടാൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്. അല്ലേ? അപ്പൊ ഞാൻ നിങ്ങളോട് പറയണത് എന്താ വെച്ച് അങ്ങനെ നമ്മുടെ അമ്മായിയമ്മമാരെ അമ്മയാക്കാനായിട്ടുള്ള 5 വഴികളാണ്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഞാനത് എന്നീ വീഡിയോ ആയിട്ട് വന്നത്. കാരണം ഞാൻ ഓൾമോസ്റ്റ് ഒരു കല്യാണം കഴിച്ചൊക്കെ ചെല്ലണത് 97-ലാണ്. അപ്പൊ അവിടെ ചെന്നപ്പോഴ് ഒറ്റ മോനെയാണ് കല്യാണം കഴിച്ചത്. എനിക്കത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല ആ വീട്ടിലെ ജീവിതം. അപ്പൊ ഞാൻ എന്തൊക്കെയാണ് ഉപയോഗിച്ചത്, എന്തൊക്കെ വജ്രായുധങ്ങളാണ് ഉപയോഗിച്ചതെന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോണേ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഓൾമോസ്റ്റ് അവരെ നന്നായിട്ട് റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങി. എന്തൊക്കെയാണ് അവരുടെ ഒരു ക്വാളിറ്റീസ് എന്നുള്ളത് ഞാൻ പഠിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ കണ്ടു, അവരെ സംബന്ധിച്ച് വീട് വളരെ നന്നായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യും. മക്കളുടെ കാര്യങ്ങൾക്കൊക്കെ നല്ല കരുതലുള്ള ഒരാളാണ്. അതിന്റെ ഒപ്പം നല്ല ദൈവവിശ്വാസമുണ്ട്. വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു അടുക്കും ചിട്ടയുണ്ട്. പണത്തെ മാനേജ് ചെയ്യാനായിട്ടുള്ള നല്ല മിടുക്കുണ്ട്. ആ ഓരോ കാര്യങ്ങളും ഞാൻ വളരെ നല്ല രീതിയിൽ അവരുടെ കയ്യിൽ ചോദിച്ചൊക്കെ മനസ്സിലാക്കണ ലെവലിലേക്ക് പോന്ന് അവർക്ക് റെസ്പെക്ട് കൊടുത്തപ്പോഴ് എന്താ സംഭവിച്ചെന്നറിയാമോ? അവർ തിരിച്ച് എന്നെയും റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചെല്ലണ വീട്ടിലെ ആ അമ്മയെ അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ സ്വന്തം അമ്മയായിട്ട് കണ്ടിട്ട് ബഹുമാനിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മളുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം വെച്ചാൽ നമ്മളുടെ സ്വന്തം അച്ഛനോടും അമ്മയോടാവാം, അല്ലെങ്കിൽ നമ്മളുടെ അമ്മായി അച്ഛനോടും അമ്മായി അമ്മയോടാവാം, നമ്മൾ ആരോടും ഒന്നും പറയൂല. അപ്പൊ നമ്മൾ പല കാര്യങ്ങളും അവരോട് സംസാരിച്ചുള്ള ഗുണം എന്താണെന്നറിയാമോ? അവരുടെ ലൈഫിൽ ഇതെല്ലാം ലൈഫ് എന്ന് പറഞ്ഞ ഒരു പാറ്റേൺ ആണ്. അപ്പൊ ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ലൈഫിനെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ എപ്പോഴും ഇവരോട് ഹെൽപ്പ് ചോദിക്കുക. ഹെൽപ്പ് ചോദിച്ചിട്ട് ഈ ഓരോ കാര്യങ്ങൾ അവരെങ്ങനെയാണ് അവരുടെ സിറ്റുവേഷൻസിനെ, ചലഞ്ചസിനെ ഹാൻഡിൽ ചെയ്തതെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾക്ക് എഫേർട്ട്ലെസ് ആയിട്ട് നമ്മുടെ ചലഞ്ചസിനെ നമ്മൾക്ക് ഉറപ്പായിട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് അത് ചെയ്യണ ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യുക. അപ്പൊ അവരുടെ എക്സ്പീരിയൻസിനെ യൂട്ടിലൈസ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മൾ അമ്മായി അമ്മ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുമോ, നമ്മൾ എപ്പോഴും അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ കാണാറില്ല. കാര്യം അവർ പല കാര്യത്തിലും നിങ്ങൾ നന്നായിട്ടിരിക്കണം, എൻ്റെ മോനെ ഏറ്റവും നന്നായിട്ട് കെയർ ചെയ്യണം, മോന് വേണ്ടിയിട്ട് ഇത് ചെയ്യണം, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും അവർ പല കാര്യങ്ങളും നമ്മളോട് അഭിപ്രായം പറയണേ, നമ്മളോട് സ്നേഹം കൊണ്ട്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു സ്നേഹത്തെ മനസ്സിലാക്കി അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ട് അവരുടെ ഷൂസിൽ നിന്ന് കാണാനും അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ലെവലിലേക്ക് അവരോട് കുറച്ച് തല്ല് പിടിക്കാതെ റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്യണ ലെവലിലേക്ക് നമ്മൾ മൂവ് ചെയ്ത എന്താ ഗുണം എന്നറിയാമോ? അവർക്കതൊക്കെ പല കാര്യങ്ങളും മനസ്സിലാവും. അവർ തോന്നും, ഞാൻ എൻ്റെ മോളോട് മോശമായിട്ട് പെരുമാറിയല്ലോ, ഞാനൊന്ന് പോയിട്ട് അവളോട് ക്ഷമ പറഞ്ഞേക്കാം. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ ഈ ഒരു സ്വഭാവം കൊണ്ട് നമുക്ക് മനസ്സിലാവും. കാര്യം എന്തുകൊണ്ട് അവരങ്ങനെ പറയുന്നു. ചിലപ്പോൾ ഒരു ഭർത്താവുമായിട്ട് തല്ല് പിടിച്ചിട്ട് വന്നിട്ടായിരിക്കും നമ്മളോട് വളരെ മോശമായിട്ട് പെരുമാറിയത്. അപ്പൊ അവരെ വിട്ട് കളയുക. കുറച്ച് കഴിയുമ്പോൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. ബൗണ്ടറീസ് പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക. എവിടെ ആരെ നിർത്തണം എന്നുള്ളത് പഠിക്കണം. പക്ഷെ അത് വഴക്കുണ്ടാക്കിയിട്ടല്ല. അപ്പൊ നല്ലൊരു റിലേഷൻഷിപ്പ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളുടെ അമ്മയ്ക്കൊക്കെ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുക്കും അല്ലേ? ഭയങ്കര സന്തോഷമാണ് നമുക്ക്. ആദ്യത്തെ ഓൾമോസ്റ്റ് വെഡിങ് ആനിവേഴ്സറി വരുമ്പോൾ ഓരോ കാര്യത്തിനും നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യും. പക്ഷെ നമ്മളുടെ അമ്മായി അമ്മയെ നമ്മൾ അതുപോലെ തന്നെ കാണുക. അവരുടെ ഓരോ മെമ്മറബിൾ ഡേയ്സിലും അവരെ മാനിക്കുക. അവർക്കൊരു സർപ്രൈസ് ആയിട്ട് അവരെ കൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു ഫുഡ് മേടിച്ചു കൊടുക്കുക, ഒരു സാരി വാങ്ങിക്കൊടുക്കുക, ഒരു മൂവിക്ക് കൊണ്ടുപോവുക. അവരുടെ സ്വപ്നങ്ങളിൽ അവരെ കൂടെ നിൽക്കുന്ന ലെവലിലേക്ക് നമ്മൾ മൂവ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നറിയാവോ? നമ്മളുടെ ഈ അമ്മായിയമ്മ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം അമ്മയെക്കാളും നമ്മളെ നോക്കണ ഒരമ്മയെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡിലാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് പോസിറ്റീവായിട്ട് വെക്കുവാണെങ്കിൽ, നല്ലൊരു രീതിയിലേക്ക് നമ്മൾ പെരുമാറുവാണെങ്കിൽ, റെസ്പെക്റ്റ് കൊടുക്കുവാണെങ്കിൽ, സ്നേഹം കൊടുക്കുവാണെങ്കിൽ, നമ്മളുടെ ലൈഫിലേക്കും ഈ ഒരു സപ്പോർട്ടും കരുതലും സ്നേഹവും ഒക്കെ തിരിച്ചു വരും. അപ്പം നമ്മുടെ ലൈഫ് എന്തായിട്ട് മാറും? ഒരു സ്നേഹമുള്ള, സന്തോഷമുള്ള, അബണ്ടൻസ് ഉള്ള, പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അമ്മായിയമ്മമാരെ ആരായിട്ട് കാണുക? സ്വന്തം അമ്മയായിട്ട് കാണുക. എങ്ങനെ? നമ്മളുടെ ബൗണ്ടറി സെറ്റ് ചെയ്യുക, നമ്മളുടെ ഗോളുകൾ സെറ്റ് ചെയ്യുക, നമ്മുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ എടുക്കുക. ആരെയും നമ്മൾ ഓൾമോസ്റ്റ് എന്ത് പറയുക, ഒരാളുടെ അടുത്ത് ഒരു വിക്ടിം റോള് കളിക്കാതിരിക്കുക. നമ്മുടെ ലൈഫ് നമ്മുടെയാണ്. പക്ഷെ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ വൃത്തിയായിട്ട് ചെയ്യും. ഒരു ഡിസിപ്ലിൻ ഉണ്ട്. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്, ഒരു ആക്ഷൻ ടേക്കർ ആണ്. പിന്നെ നമ്മൾ എന്തിനാ പേടിക്കണേ? നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യും, റെസ്പെക്ട് ചെയ്യും. അപ്പോൾ ഒരു സ്ത്രീ ആവണതിൽ ഒരു കരുത്തോടെ
നമ്മുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി എടുത്ത് മുന്നോട്ട് പോയാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണ ഫാമിലി മെമ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, കസ്റ്റമേഴ്സിനെ ക്രിയാൻ പറ്റും, ഇമോഷണലി സ്ട്രോങ് ആയിട്ട്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട് ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ട്രൈ ദിസ്.